ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മുട്ടക്കറി ആയിട്ടാണ്. പക്ഷെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് നമ്മളെ സവാള വരട്ടിയല്ല, കുക്കറിൽ വെച്ചാണ്. കുക്കറിൽ എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, അതിന് ഞാനൊരു 2 സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളിയും ശാല ഇഞ്ചി ഞാൻ പിന്നെയാണ് മൂപ്പിക്കാനാണ് എടുക്കുന്നത്. ഒരു കുക്കർ എടുത്ത് ഇതെല്ലാം നമ്മൾ അതിലോട്ട് എടുത്തിടുക. ഇഞ്ചിയും പച്ചമുളകും സവോളയെല്ലാം നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടികൾ ചേർത്ത് നന്നായിട്ട് ഒരു തക്കാളിയും കൂടിയുണ്ട്, ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഞാൻ ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു അര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്, 1 സ്പൂൺ ചിക്കൻ മസാല ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരിഞ്ഞ് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. ഏറ്റവും സിമ്പിളാണ്. നമ്മൾ രാവിലെയൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാൻ അത് വരട്ടി എന്ത് പാടുപെടുമെന്ന് അറിയാമോ? ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അസാധ്യമായ രുചി. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി, ഒരു ജസ്റ്റ് ഒന്ന് ഗ്രേവി വേണമല്ലോ, അതിനുള്ള ജസ്റ്റ് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അത് നന്നായിട്ട് തിരുമിയിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കുക്കറിൽ ഒരു പിസിൽ കേട്ടാൽ മതി, ഒരു പിസിൽ മാത്രം കേട്ടാൽ മതി. കത്തിച്ച് ഒരു പിസിൽ വരുന്ന വരെ അത് വേവിച്ച് കുക്കർ തുറന്ന് നോക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, പിള്ളേർക്കും ഇഷ്ടപ്പെട്ട്. ഇത് നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊരു പാൻ എടുത്താൽ മതി. പുക കാരണം കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ. എന്നിട്ട് തക്കാളിയും എല്ലാം നന്നായിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിയും ഉണ്ട്, എല്ലാം. ഇനി വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യം ഇതിലായിട്ട് വരുന്നില്ല, എല്ലാം ചേർത്തായതുകൊണ്ട് ആ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ അടുത്തായിട്ട് ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, അത് ഇതിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചതച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷെ ആ വെളുത്തുള്ളിയുടെ ഒരു ചുവയുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് മൂപ്പിക്കണം, ജസ്റ്റ് വാടിയാൽ മതി. വാടിയതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, അതിലോട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു തിള, കുക്കറിൽ നിന്നായതുകൊണ്ട് പെട്ടെന്ന് തിളക്കുകയും ചെയ്യും. ഇനി നമ്മുടെ മുട്ട ഒന്നെങ്കിൽ വരഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ 2 മുട്ടയാണ് ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ട് 2 മുട്ട ഞാൻ 2ആയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തു. എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പിഞ്ച് പഞ്ചസാര നമ്മൾ ആ ഗ്രേവിയിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്താൽ മതി. ഒന്നെങ്കിൽ മുട്ട പൊട്ടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി ചേർക്കാം. ഞാൻ പുഴുങ്ങിയ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർക്കാം. വെരി സിമ്പിളാണ്. പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ പെട്ടെന്ന് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളവർക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറാണ്. എനിക്കിഷ്ടപ്പെട്ട്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അന്നേരം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.